തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ കയ്യടി മുഴുവൻ ഇങ്ങ് ഖത്തറിലായിരുന്നു. എ ഗ്രേഡ് നേടിയ 4 മാപ്പിളപ്പാട്ടുകളും എഴുതിയത് ഖത്തറിലെ ഒരു പ്രവാസിയാണ്. ആ എഴുത്തുകാരനെ പരിചയപ്പെടാം. പൊടിയെങ്കും തുടിപ്പൊങ്കും മധം മധു അണൈത്തുടൻ യനേബിന് മതിച്ചിങ്കപ്പാട പൊങ്കുൾ പൊടിയെങ്കും തൂടി പൊങ്കും മധുതുങ്കൽ എമൈ പാകം വരുളെങ്കിലുമൈലെങ്കും മതം മധുമുതിരെ. 4 എ ഗ്രേഡിന്റെ തിളക്കമുണ്ട് ഈ വരികൾക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഇമ്പമാർന്ന ഇശലുകളുമായി മാപ്പിളപ്പാട്ട് വേദി ആസ്വാദകരെ പിടിച്ചിരുത്തിയപ്പോൾ മനം നിറഞ്ഞത് ഇങ്ങ് ദോഹയിലാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഖത്തർ പ്രവാസിയായ മലപ്പുറം സ്വദേശി ഷഹീർ ചേന്നരയുടെ പാട്ടുമായി എത്തിയത് 4 പേർ. 4 പേർക്കും എ ഗ്രേഡ്. സംസ്ഥാന കലോത്സവത്തിൽ 4 പേര് പാടിയിട്ടുണ്ട്. എ ഗ്രേഡ് 4 പേർക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ജില്ലാ അല്ലെങ്കിൽ സബ് ജില്ലാ തലങ്ങളിലും കുട്ടികൾ പാടിയിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്നായിട്ട് പാടിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ വന്നത് കൊല്ലം, ആലപ്പുഴ, അതുപോലെ തന്നെ കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷമായി മാപ്പിളപ്പാട്ട് മത്സരവേദിയിലെ അദൃശ്യ സാന്നിധ്യമാണ് ഈ യുവകവി. ഖാദിസിയ കൃതിയിൽ നിന്നുള്ള ചരിത്ര കഥയാണ് ഇത്തവണ ഷഹീർ മത്സരാർത്ഥികൾക്ക് സമ്മാനിച്ചത്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കൃതിയാണ് ഖിസ്സത്തു ഖാദിസിയ എന്ന് പറയും. ഖാദിസിയ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ചരിത്രമാണ്. AD 636 നടന്ന പേർഷ്യയിൽ നടന്ന ഒരു യുദ്ധമാണ് ഖാദിസിയ യുദ്ധം. അത് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ മക്കൾ, ഞാനിപ്പോൾ ഇതിവൃത്തം പറയുകയാണെങ്കിൽ സുറാഖത്ത് ബിൻ മാലിക് എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുണ്ട് ആസിമ ബിൻത്ത് സുറാഖ. അവരുടെ സഹോദരൻ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പോകുന്നതും അവിടെ വെച്ചിട്ട് ഷഹീദാകുന്നതും ഇത് പകരം ചോദിച്ചിട്ട് ഈ ആസിമ ബിൻത്ത് സുറാഖ എന്ത് ചെയ്യുന്നത്, പുരുഷവേഷം ധരിച്ചിട്ട് യുദ്ധത്തിന് പോകുന്നതും പ്രതികാരം തീർക്കുന്നതാണ് ഈ കൃതിയിലൂടെ അല്ലെങ്കിൽ ഈ പാട്ടിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്, അതിൽപ്പെട്ട ഒരു ഇശലാണ് ഈ ഒരു പാട്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ തുടർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാട്ടല്ല, ഒരു കൃതിയിൽ നിന്നുള്ളൊരു പാട്ടാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യരും പുലിക്കോട്ടിൽ ഹൈദറും മുതൽ OM കരുവാരകുണ്ട് വരെയുള്ള കുലപതികളുടെ പാട്ടുകൾ മത്സരിക്കുന്ന വേദിയിലാണ് ഷഹീറിന്റെ വരികൾക്കും ഇടം ലഭിച്ചത്. തന്റെ പാട്ടുകൾ പാടാൻ ധൈര്യം കാണിച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്നു ഷഹീർ അതിന്റെ ഫുൾ ഗ്രേഡ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ, അതുപോലെ തന്നെ OM മാഷി, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കവിയാണ് OM മാഷി. ഇവരുടെ കൂടെയൊക്കെ പാട്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പാടുന്ന വേദിയിൽ പാട്ട് എത്തുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ മത്സരാർത്ഥികൾ അത് ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം പാടുന്നത് കൊണ്ടാണ്. അത് ഞങ്ങളെപ്പോലെ ആളുകൾ, പുതിയ ആളുകൾ, ഞങ്ങൾക്ക് പുതിയ കവികളാണ്, അല്ലെങ്കിൽ പുതിയ പാട്ടിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ്. കവികളെന്ന് പോലും ഞങ്ങൾ പറയുന്നില്ല. അപ്പം ഞങ്ങളുടെ പാട്ടുകൾ വരുന്നതും ജനങ്ങൾ സ്വീകരിക്കുന്നതും വളരെ അഭിമാനമായിട്ടാണ് കാണുന്നത്. കാരണം അതിനോടൊക്കെ കിടപിടിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. സഹോദരൻ ഷഹീർ ചേന്ദ്രയ്ക്ക് പാട്ടെഴുതിക്കൊണ്ടാണ് പാട്ടെഴുത്തിൻ്റെ വഴിയിലേക്കുള്ള തുടക്കം. 2019 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ആദ്യ എ ഗ്രേഡ് ലഭിക്കുന്നത്. പാട്ട് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് വരുന്നത് 2019 മുതലാണ്. എൻ്റെ ആദ്യമായിട്ട് മുഹസിൻ കുരിക്കൽ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്, പുകളാൽ പതിമക്ക എന്ന പാട്ട്. അതെനിക്ക് തോന്നുന്നു പാലക്കാട് എന്നുള്ളൊരു കുട്ടിയാണ് ആദ്യമായിട്ട് ആ പാട്ട് പാടി ഫസ്റ്റ് വാങ്ങുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നാണ് ആ പാട്ട് കയറുന്നത്. അപ്പോൾ അത് ഖദീജ ബീവിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് തോന്നുന്ന ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് ആ പാട്ടിൽ വർണ്ണിച്ചിട്ടുള്ളത്. ആ പാട്ട് കുറച്ച് ഹിറ്റുമാണ്. കതിശയം നിറയുമ ഇസ്മാം ഖദീജത്തുൽ കുബ്ര മങ്ക മികവാൽ കുലം കുറൈശുദിത്തൊര പൊരുളരിൻ മികവാൽ ബലദതും നിറഞ്ഞു ചൊങ്കായ് വകയാൽ പെരുമയിൽ എതിരാനെ മറുമൊഴി. മാപ്പിളപ്പാട്ടിന്റെ തനിമയും പുതുമയും ചേർത്തിണക്കിയ രചനകളാണ് ഷഹീറിനെ വ്യത്യസ്തനാക്കുന്നത്. സാഹിത്യോത്സവ്, സർഗലയം തുടങ്ങി അഖില കേരള മത്സരവേദികളിലും ഷഹീറിന്റെ രചനകൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചു. ഇതിനോടകം 1000-ലേറെ പാട്ടുകൾ ഈ തൂലികയിൽ പിറന്നിട്ടുണ്ട്. ഈ ഒരു പാട്ട് ഖാദിസിയ ചരിത്രത്തിൽ നിന്നാണ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കൃതിയാണ്. ഇതിൻ്റെ യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഈ ഒരു പാട്ടിലുള്ളത്. കടുകടിന മതേ പടയിൽ പൊടി പടർന്നിടവേ കെടിമനം പിളരെ ക്ഷണമിൽ കിടുകിട ബിറവേ
കൊടുമലടലം നിബിഡമാല ചെടുചെടനമിൽ ചുടിയതാലെ അടവുകൾ പല ഇടിതൊടുകളും കൂടെ ബിരുത്താനേ അടവുകൾ പല ഇടിതൊടുകളും കൂടെ ബിരുത്താനേ. പുതുതലമുറയിലെ ആൽബം പാട്ടുകൾ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ മത്സരവേദികളിൽ ഇവ പരിഗണിക്കപ്പെടില്ലെന്ന് യുവകവി പറയുന്നു. മാപ്പിളപ്പാട്ടിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇത് മത്സരത്തിന് പറ്റിയൊരു പാട്ടല്ല. മത്സരത്തിന് വരുമ്പോൾ നമ്മുടെ കിസ്സകളാണ് എടുക്കാറ്. ഇപ്പം മാപ്പിളപ്പാട്ട് 6 വിഭാഗമാണ്. പേരിമ്പം, ചിറ്റിമ്പം, ആശി, ഒയ്യാരം, മധുരകവി, വിസ്താരം എന്നൊക്കെ തുടങ്ങി 6 വിഭാഗം. അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പാട്ടുകളുണ്ട്, അത് ഭക്തിഗാനങ്ങളുണ്ട്, അതുപോലെ തന്നെ വിസ്തരിച്ച് പറയുന്നതുണ്ട്. അതിൽ പെട്ടതാണ് മാപ്പിളപ്പാട്ടുകളൊക്കെ. വിസ്തരിച്ച് പറയാം, കിസ്സകൾ, പടപ്പാട്ടുകൾ, അതൊക്കെ വിസ്താരം എന്ന വിഭാഗം. ശരിക്കും ഈ വിസ്താരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മത്സരവേദിയിലൊക്കെ പാടുന്നത്. കടുകഠിനമതേ പടയിൽ പൊടി പടർന്നിടവേ. തനിമ ചോരാതെ മാപ്പിളപ്പാട്ടുകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള വഴികൾ തേടുകയാണ് ഷഹീർ. ഇപ്പോൾ ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അത് ഓൺലൈൻ മോഡാണ്. ഇഷൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാപ്പിള ആർട്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആധികാരികമായിട്ട് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഭാഷയും അതിൻ്റെ ആലാപനങ്ങളും ആലാപന ശൈലിയെ കുറിച്ചിട്ടും തുടങ്ങി ഫ്രം സ്ക്രാച്ച് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നല്ല വിദഗ്ധരായ അധ്യാപകരുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും പാട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സഹിതമാണ് അവർ പഠിക്കുന്നത്. അതിന് ചരിത്രങ്ങൾ വരെ അവർ ഉൾക്കൊണ്ട് ആ ഭാവത്തിലൊക്കെയാണ് അവർക്ക് പാടാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു സ്ഥാപനം തുടങ്ങിയതാണ്. പുതിയൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈബർ സുരക്ഷാ എഞ്ചിനീയറായി ഖത്തറിൽ ജോലി ചെയ്യുന്ന ഷഹീർ പ്രവാസ ലോകത്തെ മത്സരവേദികളിൽ വിധികർത്താവ് കൂടിയാണ്. സുറാഖത്തു ഇബ്നു മാലിക